ഇന്ന് ലോകമാകെ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു മാനവിക വിഷയമാണ് ഫലസ്തീൻ. ഇന്ന് ഗാസയിൽ നടക്കുന്ന സൈനിക ആക്രമണങ്ങൾ, ബോംബിട്ടു തകർക്കുന്ന വീടുകളും കെട്ടിടങ്ങളും, ദുരിതം അനുഭവിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമൊക്കെ നാം കാണുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പലസ്തീനികളെ ജനതയ്ക്ക് അവകാശങ്ങളും സുരക്ഷയും ലഭിക്കണമെന്നുള്ള ആഗോള ഹൃദയത്തിൻ്റെ ആരവമാണ് ഉയരുന്നത്. ഇന്ന് ലോകമാകെ മനുഷ്യരാശിയെ ആഴത്തിൽ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പലസ്തീൻ. ഓരോ ദിവസവും വാർത്തകളിൽ നാം കാണുന്നത് ഗസയിലെ ഞെട്ടിപ്പിക്കുന്നതും കരളലിയിപ്പിക്കുന്നതുമായ ചിത്രങ്ങളാണ്. ഈ പ്രശ്നത്തിൻ്റെ വേരുകൾ ഇന്നല്ല, 1948 ഇസ്രായേൽ സംസ്ഥാപനത്തോടൊപ്പം തുടങ്ങിയതാണ്. ലക്ഷക്കണക്കിന് ആളുകളായ പലസ്തീൻകാർ അവരുടെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടു. ഗാസ ഒരു ചെറുതായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ആൾഭാരമുള്ള പ്രദേശങ്ങളിലൊന്നാണ്. അതവിടെയുള്ള 20 ലക്ഷത്തോളം ആളുകൾ തടവറയിൽ കഴിയുന്നവരെ പോലെയാണ്. ഭക്ഷണമില്ല, വൈദ്യസഹായമില്ല, കുടിവെള്ളമില്ല. 10,000-കണക്കിന് സ്ത്രീകളും കുട്ടികളുമടക്കം കൊല്ലപ്പെട്ടു. ആശുപത്രികളും സ്കൂളുകളും വീടുകളും മറ്റും ബോംബിട്ട് തകർക്കപ്പെട്ടു. ഇത് വെറും ഒരു ഭൂമിയുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ 2 മതങ്ങളിലേക്കുള്ള സംഘർഷമല്ല. ഇതൊരു മാനവികതയുടെ പരീക്ഷയാണ്. ഒരാളുടെ ജാതി, മതം, രാജ്യം എന്നൊക്കെ ഒഴിവാക്കിയാൽ അവിടെയെല്ലാം നമ്മെ പോലെയുള്ള കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. നാം ചോദിക്കേണ്ടത് ഇത് തന്നെയാണ്. ഈ ലോകത്ത് ചിലർക്ക് സ്വാതന്ത്ര്യം സ്വാഭാവികമായി ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്കത് സ്വപ്നമാകുന്നു. എന്തുകൊണ്ട് ഒരേ ഭൂമിയിൽ ജനിച്ച കുട്ടികൾക്ക് തുല്യാവകാശമില്ല? ഈ പ്രശ്നത്തിന് പരിഹാരം മൗനമല്ല, നീതി, നിഷ്പക്ഷത എന്നിവയിലൂടെയാണ് പ്രശ്നപരിഹാരം. ഒരു സ്വതന്ത്രവും സമാധാനപരവുമായ പലസ്തീൻ ഒരുപക്ഷം അടിച്ചമർത്തപ്പെടുമ്പോൾ അതിനായി നാം പ്രതികരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നീതിയും മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ശബ്ദമുയർത്താൻ. പലസ്തീൻ ഒരു ഭൂമിയുടെ പേരല്ല, ഇതൊരു ജനതയുടെ സ്വപ്നമാണ്.